ഭക്തിയും ആകാംക്ഷയും ഉയർത്തി മഹാകുംഭമേളയ്ക്ക് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നാളെ ആരംഭിക്കുന്ന മഹാകുംഭമേള 45 ദിവസങ്ങൾ നീണ്ടുനിന്ന മഹാശിവരാത്രിക്ക് സമാപിക്കും. 40-ലധികം കോടി തീർത്ഥാടകർ മഹാകുംഭമേളയിൽ പങ്കെടുക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ആധ്യാത്മിക സംഗമം 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേള എന്നതിനുപരി സൂര്യചന്ദ്ര വ്യാഴഗ്രഹങ്ങൾ പ്രത്യേക രാശിയിലെത്തുന്ന സമയം നടക്കുന്ന കുംഭമേള എന്ന സവിശേഷതയും 140 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം നടക്കുന്ന പ്രതിഭാസം എന്ന നിലയിൽ ഇത്തവണത്തെ പ്രയാഗ്രാജ് കുംഭമേളയെ മഹാകുംഭമേള എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 40-ലധികം കോടി ജനങ്ങൾ മഹാകുംഭമേളയുടെ ഭാഗമാകും. അതായത് കേരള ജനസംഖ്യയുടെ 10 ഇരട്ടിയിലധികം പേർ ആധ്യാത്മിക അനുഭൂതി തേടി പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമ ഭൂമിയിലെത്തും. തീർത്ഥാടകർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയതായി പ്രയാഗ്രാജ് ADM ദേവർഷ് ചതുർവേദി ജനം ടിവിയോട് പറഞ്ഞു. For Mahakumbh 2025, the first Snan is going to be held on the 13th of January. That is tomorrow. From the night of 12 itself, people start taking bath in the river Ganga and Jamuna, wherever this is there. So whole arrangement for this, there is easy bath has been made. We have made 12 kilometers of ghat with all the facilities available there, whether it's boris are there, Kasa Puwal is there, changing rooms are there, toilets are there, ample police deployment is there. Police and PSC and NDRF, all these are being manning the entire ghats, and we have deep water barricading facilities also. And the roads which are leading towards the Sangam and other ghats are ample manned through the wooden barricadings, and the police personnel are also there deployed. നാളെ നടക്കുന്ന പൗഷ് പൗർണമി സ്നാനത്തോടെ കുംഭമേളയുടെ ചടങ്ങുകൾ ആരംഭിക്കും. മഹാശിവരാത്രിയോടെയാകും മഹാകുംഭമേള അവസാനിക്കുക. ഇതിനിടയിൽ വരുന്ന 6 സ്നാന ദിവസങ്ങളാണ് മഹാകുംഭമേളയിൽ പ്രധാനം. ജനം, പ്രയാഗ്രാജ്.